ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ്, നിങ്ങൾക്ക് അത്ഭുതപ്രദമായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ഈ ഒരു ഡെർമാ റോളിംഗ് സിസ്റ്റം തരുന്നത്. ഹൈ ഫ്രണ്ട്സ്, എപ്പിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡെർമാ റോളിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ്. അപ്പം ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മാഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ ഒരു കിറ്റ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു ഡെർമാ റോളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പം അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ തലയുടെ കഷണ്ടിക്ക് നെറ്റ് കയറ്റത്തിന് എങ്ങനെയാണ് ഈ ഡെർമാ റോളർ യൂസ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറെ ആൾക്കാർ ചോദിച്ച സംശയത്തിനുള്ള ഉത്തരവായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നേക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുമ്പോൾ എന്റെ ചാനലും വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, വേഗം പോയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞാൻ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന മാഴ്സിന്റെ ഈ ഒരു ഡെർമാ റോളർ എങ്ങനെയാണ് മേടിക്കാൻ, വില കുറവിൽ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, അതിൽ ക്ലിക്ക് ചെയ്ത് പോയി നിങ്ങൾ മേടിച്ചാൽ മതിയാവും. അപ്പം നമുക്ക് കൂടുതൽ വൈകിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഇതാണ് ഈ ഡെർമാ റോളിംഗ് സിസ്റ്റം മാഴ്സിൻ്റെത്. ഇത് 0.5 mm 0.5 mm ഒരു ഡെർമാ റോളിംഗ് സിസ്റ്റമാണ്. ഇതിൽ എത്ര നീഡിൽ വരും എന്ന് വെച്ചാൽ 540 നീഡിൽസ് ആണ്. അതായത് ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഉള്ള 540 നീഡിൽസ് ആണ് ഈ ഒരു ഡെർമാ റോളിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പം ഞാൻ ഇനി ഈ ഡെർമാ റോളിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ആദ്യം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നല്ലൊരു പാക്കിലാണ് ഈ ഡെർമാ റോളിംഗ് സിസ്റ്റം വരുന്നത്. അതിൽ നല്ല സേഫായിട്ട് നമ്മളെ പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം, നല്ല ഷാർപ്പായിട്ട് എഡ്ജസ് ഉണ്ട്, നല്ല മൂർച്ചയാണ്. നമുക്കറിയാൻ പറ്റത്തില്ല ഒരു മുറിവുണ്ടായാൽ പോലും, അത്രയ്ക്ക് ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജസ് ഉള്ള ഡെർമാ റോളിംഗ് സിസ്റ്റമാണിത്. അപ്പം ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കണ്ടു നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം ഇത് എന്തിനാണ് യൂസ് ചെയ്യണം. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കഷണ്ടി ഉള്ളവർക്ക്, നെറ്റ് കയറ്റമുള്ളവർക്കൊക്കെ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനാവും. അപ്പം നിങ്ങൾ ഇത് വെറുതെ യൂസ് ചെയ്തിട്ട് എഫക്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ എഫക്റ്റ് ഉണ്ട്. വെറുതെ യൂസ് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ കൂടെ വല്ല സൊല്യൂഷൻ, അതായത് ട്രോപ്പിക്കൽ സൊല്യൂഷൻ, നമ്മുടെ മിനോക്സൈഡിൽ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ഈ തലയൊട്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ നമ്മളിത് ഓടിക്കുമ്പം എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ പോലും അറിയാതെ മൈന്യൂട്ടായിട്ടുള്ള പഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മുറിവുകൾ നമ്മുടെ തലയൊട്ടിയിലൊക്കെ ഉണ്ടാവും. ആ മുറിവുകൾ നമ്മുടെ ഫോളിക്കിൾസ്, ഡെഡായ ഫോളിക്കിൾസിനെ വീണ്ടും ആക്റ്റീവ് ആക്കിയിട്ട് അവിടെ ഹെയർ പുതിയത് വളരാൻ വേണ്ടി കാരണമാകും. അങ്ങനെയാണ് ഈ ഒരു ഡെർമാ റോളിംഗ് സിസ്റ്റം നമ്മുടെ തലയൊട്ടിയിൽ മുടി വളരാൻ വേണ്ടി ഉപയോഗപ്രദമാകുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് തലയെ യൂസ് ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ തലയെ തന്നെ ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ ഡയറക്ഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കണം. ഈ ഡയറക്ഷൻസിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം തല നമ്മളിങ്ങനെ കുണിക്കണം. എവിടെയാണ് ഹെയർ കുറവ് അവിടെ നമ്മൾ ആദ്യം മേളിലോട്ട് ഇങ്ങനെ ഓട്ടിക്കണം. അതായത് സ്കാൾപ്പിൽ പ്രസ് ചെയ്ത് തന്നെ ഓട്ടിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പറ്റ വെട്ടാൻ നോക്കട്ടെ. ഇപ്പൊ എനിക്ക് മുടി നീളത്തിനുള്ളതുകൊണ്ട് എനിക്കത് ഓട്ടിച്ച് ഇതിൽ കുരുങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പറ്റ വെട്ടണം മുടി. എന്നിട്ട് നിങ്ങൾ എവിടെയാണ് മുടി കുറവ് അവിടെ ആദ്യം മേളിലോട്ട് ഓടിക്കണം. എന്നിട്ട് ഈ സൈഡിലോട്ട് നിങ്ങൾ ഓടിക്കണം. എന്നിട്ട് തിരിഞ്ഞ് ഈ സൈഡിലോട്ട് ഓടിക്കണം. എന്നിട്ട് ബാക്കിലോട്ട്, അതായത് 360 ഡിഗ്രി ഞാൻ പറഞ്ഞ പോലെ 4 ഡയറക്ഷനിലും നിങ്ങൾ ഇത് ഓട്ടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഫോളിക്കിൾസ് ഓപ്പൺ ആവുള്ളൂ. കാരണം നമ്മുടെ ഓരോ ഫോളിക്കിൾസ് വരുന്ന ഓരോ രീതിയിലാണ്, ഓരോ ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ മാത്രം ഓട്ടിച്ചാൽ ആ ഡയറക്ഷൻസിലുള്ള ഹെയർ മാത്രമേ വളരത്തുള്ളൂ. ബാക്കി അവിടെ വളരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നിങ്ങൾ നെറ്റിയിലോ തലയിലോ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് നെറ്റ് കയറ്റത്തിനോ തലയിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് ഉണ്ടാവും. അതായത് ഈ മിനോക്സൈഡിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല എരിവ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയുന്നത് നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ 2 or 3 വട്ടം മാത്രം നിങ്ങൾ യൂസ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യില്ല. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ആ സൊല്യൂഷൻസ് യൂസ് ചെയ്യണം. നല്ല എരിവ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് അവിടെ റെഡിഷ് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇനി എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഇത് എങ്ങനെ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ അടുത്ത് മെയിൻ ആയിട്ട് ഞാൻ ഒരു ഫാക്ട് പറഞ്ഞുതരാം. ഇത് ഒരാൾ മാത്രം, ഇപ്പം ഒരു പ്രോഡക്റ്റ് ഇത് മേടിച്ചാൽ നിങ്ങൾ മാത്രം യൂസ് ചെയ്യണം. ഇത് മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കില്ല. കാരണം നമ്മുടെ സ്കാൽപ്പിൽ പല ഡിസീസും കാണും, ഫംഗസ് ആവട്ടെ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, പേന്, അങ്ങനെയുള്ള സംഭവമൊക്കെ കാണും. അപ്പോൾ നമ്മൾ നമ്മുടെ തലയിൽ യൂസ് ചെയ്തിട്ട് മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ നമുക്കുള്ള ഡിസീസൊക്കെ അവർക്ക് പകരാൻ ചാൻസ് കൂടുതലാണ്, ഇൻഫെക്ഷനും ഉണ്ടാവാൻ കാരണമാണ്. അപ്പം ഇത് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നല്ല വെള്ളം തിളപ്പിക്കണം. വെള്ളം നല്ല തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കണം. 1 മണിക്കൂർ വരെ നിങ്ങൾ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നിന്ന് എന്തൊക്കെയോ ഇളകി പോകുന്നത്, നമ്മുടെ സ്കിന്നിന്റെ പാർട്ടിക്കിൾസ് ആണ് ഇളകി പോകുന്നത്. അപ്പം അങ്ങനെയാണ് ഇത് നിങ്ങൾ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ടത്. അപ്പം ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ്, നിങ്ങൾക്ക് അത്ഭുതപ്രദമായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ഈ ഒരു ഡെർമാ റോളിംഗ് സിസ്റ്റം തരുന്നത്. നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട, ബേബി ഹെയർസ് വളരും ഇത് യൂസ് ചെയ്താൽ. അത് മാറി ടെർമിനൽ ആവാൻ കുറച്ച് സമയം പിടിക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഓഫറിൽ മേടിക്കാൻ കഴിയും. അപ്പം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ തുടർച്ചയായി ഇടുന്ന ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.